പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലായ വിശുദ്ധായ സ്നേഹമുള്ള സഹോദരൻ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 22 മുതലുള്ള വചനങ്ങളിൽ ദൈവത്തിൻ്റെ പരിപാലനയെ പറ്റിയാണ് പറയുന്നത്. ഈ ഭൂമിയും പ്രപഞ്ചമൊക്കെ ദൈവത്തിൻ്റെ നിരന്തരമായ പരിപാലനയിലാണ്. ഈ ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത് കൊണ്ടാണ്. കത്തിജ്വലിക്കുന്ന സൂര്യൻ അതിലെ ഗ്രഹങ്ങളിലൊന്നാണ് ഭൂമി എന്ന് നമുക്കറിയാം. അപ്പോൾ അത് കൃത്യമായിട്ടുള്ള നിയതമായിട്ടുള്ള അകലത്തിൽ ആയിരിക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഭൂമി നിലനിൽക്കുന്നത്. സൂര്യനോട് കൂടുതൽ അടുത്ത് കഴിഞ്ഞാൽ ഭയാനകമായ ചൂടായിരിക്കും, ജീവന് നിലനിൽപ്പുണ്ടാകുകയില്ല. അതെന്ന് പോയാലും തണുപ്പ് കൂടും. അപ്പോൾ ഇതെല്ലാം പിന്നെ ചിലർ പറയാറുണ്ട് ഫൈൻ ട്യൂണിങ്. അപ്പോൾ അത് വെറുതെ ഉണ്ടായി വെറുതെ നിൽക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. അതുപോലെ മനുഷ്യൻ, ജീവജാലങ്ങൾ, ഈ പ്രകൃതി, ഇതിലെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലൊക്കെ ദൈവപരിപാലനയിൽ ഇവയെല്ലാം ഉണ്ടായി അത് ജീവിക്കുന്നു. മനുഷ്യൻ നശിപ്പിക്കാതിരുന്നാലും മനുഷ്യന്റെ ഉത്കണ്ഠ എന്ത് ഭക്ഷിക്കുമെന്ന് ജീവനെ കുറിച്ചോ സമ്പത്തുള്ളവനെ എന്ത് ഭക്ഷിക്കുമെന്നതിനെ പറ്റി ഉത്കണ്ഠാകുലരാകേണ്ട കാര്യമില്ല. പണ്ട് കാലങ്ങളിൽ ക്ഷാമം ഉണ്ടായിരുന്നു. കാരണം ഈ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിലും അകലെയുള്ള സ്ഥലത്തേക്ക് എത്തിക്കാനായിട്ട് മാർഗമില്ലായിരുന്നു. അതുകൊണ്ട് ഏതെങ്കിലും സ്ഥലത്ത് ക്ഷാമം ഉണ്ടാകുന്നത് പലപ്പോഴും മഴ പെയ്യാതിരുന്നതുകൊണ്ടാണ്. അപ്പോൾ ആളുകൾ അകലങ്ങളിലേക്ക് പോകും. നടന്ന് ഭക്ഷണമുള്ള സ്ഥലത്തേക്ക് പോയി ആഹാരത്തിനും ജലത്തിനും ഒക്കെ വേണ്ടിയിട്ട് വരൾച്ച വന്നു കഴിയുമ്പോൾ ജലത്തിൻ്റെ ലഭ്യതയില്ല, ആഹാരമില്ല. അപ്പോൾ ആളുകൾ ആഹാരം കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് പോകും. കുറേ ആളുകളൊക്കെ ആഹാരമില്ലാതെ മരിച്ചു വീഴും. അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ആധുനിക കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെയൊക്കെ മനുഷ്യന് അതിജീവിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമതായിട്ട് വസ്ത്രത്തെ പറ്റിയും യേശുവൻ ജീവൻ ഭക്ഷണത്തിനും ശരീരം വസ്ത്രത്തിനും ഉപരിയാണ്. അതാണ് യേശു നമ്മോട് പറയുന്നത്. ജീവൻ ഭക്ഷണത്തിന് നമ്മൾ ഭക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. റോമാക്കാര് പണ്ട് ഈ ഭക്ഷണം കഴിക്കാൻ തീറ്റസുഖം എന്ന് പറയും. തീറ്റസുഖത്തിന് വേണ്ടിയിട്ട് ഈ റോമില് ആഹാരം കഴിക്കുന്നിടത്ത് ഒമിറ്റോറിയം ഉണ്ടായിരുന്നു. ഒമിറ്റോറിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിന്നത് വയറ് നടന്നു കഴിഞ്ഞാൽ പിന്നെ കയറിയല്ലോ. ഇവിടെ വീണ്ടും കയറ്റണമെങ്കിൽ ഛർദ്ദിക്കണം. അതിനെന്തോ മാർഗമൊക്കെ ഉണ്ട്. ഒമിറ്റോറിയത്തിൽ പോയിട്ട് കൈട്ടൊക്കെ ഛർദ്ദിക്കുന്ന പരിപാടിയുണ്ട്. അത് കഴിഞ്ഞിട്ട് അങ്ങനെ വീണ്ടും കഴിക്കുക, അങ്ങനെ തീറ്റ സുഖം. അതുപോലെ ആഡംബരപ്രവം ജീവിതത്തിലേക്ക് വരാം. ഈ ജുവലറിക്കാരൊക്കെ ഭയങ്കര സ്വർണ്ണമൊക്കെ അടിയിച്ച് ആളുകളൊക്കെ നിർത്തി പരസ്യം ചെയ്യാറ്. അതുപോലെ ഈ ആഭരണത്തോടുള്ള വാസന, അതുപോലെ വില കൂടിയ അടയാഭരണങ്ങൾ, അതും വരാം. എൻ്റെ വസ്ത്രങ്ങൾ എല്ലാവരും കണ്ടോട്ടെ, വ്യത്യസ്തമായിട്ടുള്ള വസ്ത്രങ്ങൾ, വില കൂടിയ വസ്ത്രങ്ങളൊക്കെ അണിയിച്ച് ഈ ഫാഷൻ മോഡലായിട്ട് നടന്നു കഴിഞ്ഞാൽ എന്നെ എല്ലാവരും കണ്ടോളും. താരങ്ങളൊക്കെ നടക്കുന്നത് പോലെ. അതുപോലെ പൊങ്ങച്ച ജീവിത ശൈലികൾ, അതും നല്ലതല്ല. സുവിശേഷത്തിലെ വെളിച്ചത്തില്, വചനങ്ങളുടെ വെളിച്ചത്തില് പൊങ്ങച്ചമുള്ള ജീവിത ശൈലികൾ നമ്മൾ നടത്തുന്നത് ശരിയായിരിക്കുകയില്ല. കാരണം ഭൗതിക ലോകത്തിൽ ദൈവം സൃഷ്ടിച്ചതായതല്ല ഇത്. കുറെ പേര് നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് ഇതിൽ സമ്പത്തിലോ സ്ഥലത്തിലോ കെട്ടിടത്തിലോ ഇതിലൊക്കെ കുറെ ഏറെ സ്വന്തമാക്കാൻ, എൻ്റേതെന്ന് പറയാൻ വേണ്ടി സമ്പാദിക്കുന്ന ജീവിത ശൈലിയുണ്ട്.
അത് മറ്റുള്ളവർക്ക് ഗുണകരമാകുമ്പോൾ നല്ലതാണ്. എന്നാൽ അത് ലക്ഷ്യമായിട്ട് മാറുമ്പോൾ അതിൻ്റെ മൂല്യം പോകുകയായി. അമേരിക്കയിലുള്ള ഒരു കോടീശ്വരൻ ഇവിടെ സമ്പത്തിൻ്റെ നല്ലൊരു ഭാഗം ധാർമ്മികവും പാവങ്ങൾക്കുള്ള ബാങ്കുമാരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വ്യയം ചെയ്യുകയാണ്. ഇതെല്ലാം കൂടെ കൂട്ടിവെച്ചിട്ട് അനന്തര തലമുറയ്ക്ക് കൊടുക്കാൻ വേണ്ടി ജീവിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ പാവങ്ങൾക്കുള്ളത് അവർക്ക് കൊടുത്തിരിക്കണം. കുട്ടികളെ പണി അഭ്യസിപ്പിക്കണം, തൊഴിൽ നേടാനും ജീവിക്കാനും ശീലിപ്പിക്കണം. അല്ലെങ്കിൽ ഒത്തിരി സമ്പത്ത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ കുടിച്ച് നശിപ്പിച്ച് കളയും. പണ്ടൊരു മനുഷ്യരുണ്ടായിരുന്നു 10,000 ഏക്കറിൻ്റെ ഒരു ഉടമ, 36 വയസ്സിൽ മരിച്ചു. അലവാറില്ല. കാരണം ഇവന് ഒരു പേഷ്യൻ ഡോക്ടർ ഉണ്ടായിരുന്നു. കല്യാണം കഴിച്ച് വന്നിട്ട് പിള്ളേരും ഉണ്ട്. മലപ്പുറം ജില്ലയിൽ താമസിച്ചുകൊണ്ടിരുന്നെന്നാണ് പറയുന്നത്. ഏതായാലും കുടിയങ്ങ് കുടിച്ച് കടലോകം പിടിപെട്ടിട്ട് നല്ല കാലത്തിൽ തന്നെ ഈ 10,000 ഏക്കറിനോടും വിട പറഞ്ഞുകൊണ്ട് കടന്നുപോയി. കുടി കരള് തകർന്നു. അപ്പോൾ അമിതമായിട്ട് മദ്യപിക്കുന്നവർക്ക് സിറോസിസ് വരും. അങ്ങനെ ആ മനുഷ്യൻ അക്കാലങ്ങളിൽ പൊലിഞ്ഞു വന്നതാണ്. നിയമാവർത്ത പുസ്തകം 34 കൽപ്പന അനുസരിച്ച് ജീവിക്കുക. അവിടെ പറയുന്നതാണ്, ഈ ദുഷിച്ച തലമുറയിലെ ഒരുവൻ പോലും നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ വാഗ്ദാനം ചെയ്ത നല്ല ഭൂമി കാണുകയില്ല. ഈ മോശയ്ക്ക് വേറൊരു കുന്നിൽ നിന്നോ അങ്ങ് അകലെയുള്ള വാഗ്ദാന ഭൂമി കാണാനേ പറ്റിയുള്ളൂ. നമുക്ക് പ്രവേശിക്കാനായിട്ട് കഴിഞ്ഞില്ല. പിന്നെ പ്രവേശിച്ചത് യോശുവയുടെ നേതൃത്വത്തിലാണ്. ആദ്യത്തെ തലമുറയ്ക്കാരൊക്കെ പോയി കഴിഞ്ഞ് അടുത്ത തലമുറ അത് യോശുവയുടെ നേതൃത്വത്തിലാണ് വാഗ്ദാന ഭൂമിയിലേക്ക് കടന്നു ചെല്ലാനായിട്ട് കഴിഞ്ഞത്. യെശയ്യായുടെ പുസ്തകത്തിൽ പ്രവാചകൻ 1:20-31 അനീതി പ്രവർത്തിക്കുന്നവരുടെ മേലുള്ള ദൈവകോപത്തെ പറ്റി പറയുകയാണ്. നിന്റെ പ്രഭുക്കന്മാർ കലകപ്രിയരും അവർ കള്ളന്മാരോട് കൂട്ടുചേരും, സകലരും കോഴ ഒടുക്കും, സമ്മാനത്തിന്റെ പിന്നാലെ പോകുന്നു, അവർ അനാഥരുടെ പക്ഷം നിർത്തിയോ വിധവയുടെ അവകാശം പരിഗണിക്കുകയോ ചെയ്യുന്നില്ല. അപ്പോൾ ജീവിതത്തിൽ ഈ സാധുക്കൾക്കും അനാഥർക്കൊക്കെ സഹായിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഘടകം. ജീവിക്കുമ്പോൾ തന്നെയാണ് ചെയ്യേണ്ടത്. അത് നമ്മുടെ വരുമാനമൊക്കെ അനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കണം ജീവിതകാലം മുഴുവൻ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12:24 ഈ ദൈവത്തിന്റെ പരിപാടിയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന കാര്യമാണ് പറയുന്നത്. കാക്കൽ നോക്കുക. കാക്ക എന്ന് പറയുമ്പോൾ ഒരു പൂച്ചായിരിക്കും. പണ്ട് ആകാശത്തിലെ പറവുകളെ നോക്കണമെന്നായിരുന്നു ആദ്യത്തെ പണ്ടത്തെ ട്രാൻസ്ലേഷൻ. അല്ലെങ്കിൽ ഇത് എല്ലാ പക്ഷികൾക്കും വേണ്ടി നിൽക്കുന്ന കാക്ക കറുത്തായിരിക്കുന്നെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ കാക്കയ്ക്ക് നല്ല ബുദ്ധിയുണ്ടെന്നാണ് പറയുന്നത്. കാക്ക ഉപയോഗിച്ചാൽ തലകിട്ട് വന്ന് പുറത്തു. പിന്നെ കാക്കയ്ക്ക് നല്ല ആയുസ്സുണ്ടെന്നാണ് പറയുന്നത്. 2 കാര്യങ്ങൾ കാക്കയെ പറ്റി കേട്ടിട്ടുണ്ട്. കാക്കയ്ക്ക് ബുദ്ധിയുണ്ട്. അതിനെ തൊട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ നിലവിളിച്ച് കാക്കയെ കൂട്ടിയിട്ട് ഉപദ്രവിച്ചതിൻ്റെ തലകിട്ട് പുറത്തു കൊടുക്കും. അപ്പം കാക്കയ്ക്ക് സംഘടിത ശക്തിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ട്രാൻസ്ലേഷനിൽ അല്ലെങ്കിൽ എഴുതിയിരിക്കുന്ന കാക്കയെ നോക്കുന്നു. അപ്പോൾ വിതയ്ക്കുന്നില്ല, ഒഴിയുന്നില്ല, അവയ്ക്ക് കലവറയോ കളപ്പറയോ ഇല്ലെങ്കിലും ദൈവം അവയെ തിരിപ്പോറ്റുന്നു. ഈ അടിസ്ഥാനപരമായിട്ട് ഈ ഭൂമി അത് എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ടുള്ളതാണ്. എല്ലാവർക്കും ഇവിടെ ജീവിക്കാനായിട്ട് അവകാശമുണ്ട്. എല്ലാ മനുഷ്യരും വളരുന്നത് ഈ ഭൂമിയിൽ നിന്നുള്ള അടിസ്ഥാന കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ്. ഒന്ന് വായു, ശുദ്ധവായു. മനുഷ്യർ മലിമസമാക്കുന്നു ശുദ്ധവായു. ഫാക്ടറികൾ വഴിയായിട്ടും മറ്റുമൊക്കെ മലിമസമായ വായു വലിയ പട്ടണങ്ങളിൽ ശുദ്ധവായു ശ്വസിക്കാനായിട്ട് കിട്ടുകയില്ല. അങ്ങനെ ആളുകൾ ഒത്തിരി രോഗികളാവുകയാണ്. കാരണം നമ്മുടെ വാഹനങ്ങളിലെ വിഷപ്പുക, ഫാക്ടറികളുടെ പുക ഇതെല്ലാം കൂടെ ചേർന്ന് ഡൽഹിയിലാണെങ്കിൽ കൊയ്ത്തുകാലം കഴിയാനായി വന്നു കഴിയുമ്പോഴത്തേന് അതിൻ്റെതായിട്ടുള്ള പൊടിവർഗ്ഗങ്ങളൊക്കെ ഡൽഹി പട്ടണത്തിലേക്ക് കടന്നു വന്ന് അവിടെ ഒത്തിരി പേർക്ക് ശ്വസനത്തിന് ബുദ്ധിമുട്ടുള്ളൊരു ആസ്മ രോഗികളൊക്കെ ഉണ്ട്. അത് കത്തിക്കുന്നതാണ്, അതിൻ്റെ പുകയാണ് ചെല്ലുന്നത്.
പിന്നെ ദീപാവലിക്ക് പടക്കം പൊട്ടിക്കുമ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങൾ ഡൽഹിയിലേക്ക് കാറ്റിലെല്ലാം കൊണ്ട് കൊണ്ടുചെല്ലും. രണ്ടും കൂടെ ആയി കഴിയുമ്പോഴത്തേക്ക് അന്തരീക്ഷം വളരെ മലിനമാക്കും. ദൈവം സൃഷ്ടിച്ച ഈ ഭൂമി ഇതിലെ വായു ശുദ്ധമായി മാറുന്നു, മനുഷ്യൻ മലിനമാക്കുന്നു. രണ്ടാമതായിട്ട് വെള്ളം. ഇപ്പോൾ പ്രകൃതിയൊക്കെ കാത്തു സൂക്ഷിക്കുന്ന രീതിയിലേക്ക് ആളുകൾ വരുന്നുണ്ട്. ഇല്ലെങ്കിൽ വഴിയിലേക്ക് വേസ്റ്റ് എല്ലാം കൂടെ ഇടുന്ന സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. വീടുകളിലാണെങ്കിൽ ഇപ്പോൾ അത് അങ്ങനെയുള്ളൊരു ചിന്തയൊക്കെ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. വേസ്റ്റ് എല്ലായിടത്തും ഇടത്തില്ല. പ്ലാസ്റ്റിക് നിരോധിച്ചിരിക്കുന്നു, എങ്കിലും പ്ലാസ്റ്റിക് ഒക്കെ. അപ്പം അങ്ങനെ ഇതെല്ലാം വൃത്തിയായിട്ട് സൂക്ഷിക്കണം. റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിലും എവിടെയാണെങ്കിലും പബ്ലിക് സ്ഥലങ്ങളിൽ വൃത്തിയായിട്ട് സൂക്ഷിക്കണം എന്നുള്ള ചിന്ത മനുഷ്യർക്ക് കടന്നു വന്നിട്ടുണ്ട്. രണ്ടാമതായിട്ട് കുറവുള്ളത് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുവാനായിട്ട് പറ്റുന്ന വൃത്തിയുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലില്ല. വിദേശ രാജ്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതിലേക്ക് നമ്മൾ കടന്നു വന്നിട്ടില്ല. മൂന്നാമതായിട്ട് ഹോട്ടലിൽ ആഹാരം കൊടുക്കാൻ വൃത്തിയായിട്ട് ഉണ്ടാക്കുന്ന സംവിധാനങ്ങളില്ല. പഴയതും പുഴുവുള്ളതും ഒക്കെയാണ് പലർക്കും. അത് വളരെ സന്തോഷത്തോടു കൂടി ഹോട്ടലിൽ പോയിട്ട് കുഴിച്ചതും ചീഞ്ഞതും പഴയതും ഒക്കെ കഴിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. നല്ലൊരു പ്രത്യേക രുചിയുണ്ട്. അതിന് പല പുതിയ പേരുകളൊക്കെ ഇട്ടങ്ങ് കൊടുക്കും. ഇത് കണ്ടു കഴിയുമ്പോൾ ഹോട്ടലിൽ കയറിയിട്ടുള്ള ഇറച്ചിയുടെ ഏത് കാലത്ത് ഉണ്ടാക്കിയാണെന്ന് അറിയത്തില്ല. പല ഹോട്ടലുകളിലും പിടിക്കാറുണ്ട്. കാരണം ഇത് നശിപ്പിച്ച് കഴിഞ്ഞാൽ അവർക്ക് ആദായകരമല്ല. ഇതൊക്കെ അവിടെ സൂക്ഷിച്ചു വെച്ചിട്ട് ഒരു മാസമോ രണ്ടാഴ്ചയോ ഒരാഴ്ചയോ ഒക്കെ പഴക്കമുള്ള സാധനങ്ങൾ തരും. ഇപ്പം നമ്മളൊക്കെ ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ ഇറച്ചി മേടിച്ച് കറി വെച്ച് കഴിച്ചാൽ മതി. ഹോട്ടലിലെ ഭക്ഷണത്തിന് അവിടെ ചെന്ന് ഈ ചാപ്സൊക്കെ പിടിച്ച് കഴിക്കാതിരിക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത്. ലില്ലികളെ നോക്കുവിൻ. ഈ പ്രകൃതിയിൽ എത്ര മനോഹരമായ പുഷ്പങ്ങള്, മനോഹരമായ പഴങ്ങള്. ഈ ബഷീർ എന്ന കഥാകൃത്ത് ഇതൊക്കെ പറയുന്നുണ്ട്. ഈ പ്രകൃതിയുടെ മനോഹരമായ എന്തെല്ലാം പഴവർഗ്ഗങ്ങളും ഇതെല്ലാം മനോഹരമായിട്ടുള്ള പൂക്കള്. ഊട്ടിയിലെ ഫ്ലവർ ഷോയ്ക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ആ തിരക്കൊരു 3-4 ദിവസം മുമ്പൊക്കെ ഞാൻ പല പ്രാവശ്യം അവിടെ പോയിട്ട് 2 വർഷം 3-4 വർഷമായി. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒത്തിരി പുഷ്പങ്ങൾ, നമ്മൾ കാണാത്ത ഒത്തിരി പുഷ്പങ്ങൾ കാണാൻ പറ്റും. അത് തണുപ്പുള്ള കാലാവസ്ഥയിൽ വളരും, നമ്മുടെ ഇവിടെ വളർന്നെന്ന് വരികയില്ല. അപ്പോൾ ഈ ലില്ലികൾ അവ നൂൽ നോക്കുകയോ നെയ്യുകയോ ചെയ്യുന്നില്ലല്ലോ. സോളമൻ പോലെ അവന്റെ സൗരമഹത്വത്തിലെ മകൻ ഒന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല എന്നാണ് പറയുന്നത്. സോളമന് മഹത്വം ഉണ്ടായിരുന്നു, സമ്പത്തുണ്ടായിരുന്നു, വിജ്ഞാനിയായിരുന്നു. അവസാന കാലം കുഴപ്പമായിരുന്നു. കാരണം സോളമന്റെ എല്ലാ പ്രവർത്തനങ്ങളും ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ചായിരുന്നില്ല. അങ്ങനെ പല പ്രതിസന്ധികൾ അതുകൊണ്ട് അവസാന കാലത്ത് സോളമൻ ഉണ്ടായി. രാജ്യം രണ്ടായി തീർന്നോ എന്നൊക്കെയാണ് ബൈബിളിൽ നിന്നും മനസ്സിലാക്കുന്നത്. ഈ മനുഷ്യന്റെ ആവശ്യങ്ങളൊന്ന് ഭക്ഷണം. ഈ ഇന്ന് ഇന്ത്യ എന്ന മഹാരാജ്യം ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ളത് ഇന്ത്യയിലാണ്. നമുക്കറിയാവുന്ന അറിയത്തില്ല. പണ്ട് ചൈന ഇപ്പം 142 കോടിയിലേറെ ജനങ്ങളുണ്ട്. ഇവിടെ സ്വാതന്ത്ര്യം കിട്ടുന്നാലും 35 കോടി ജനങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതിന്റെ 4 ഇരട്ടി ജനങ്ങൾക്ക് ആഹാരം കൊടുക്കാൻ ഇന്ത്യക്ക് ഉഷ്ണ പ്രദേശങ്ങളിലാണ്. ജലം ലഭിച്ചു കഴിഞ്ഞാൽ ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാകും. നല്ല വിളവ് കിട്ടും ജലവും വളവും കൊടുത്താൽ. നമുക്ക് ഒത്തിരി അണക്കെട്ടുകൾ വന്നു, പത്രാനങ്ങൾ തുടങ്ങിയ അണക്കെട്ടുകൾ. പഞ്ചാബ് 5 നദികളുടെ സ്ഥലമാണ് പഞ്ചാബ്. അങ്ങനെ ആധുനിക കാർഷിക സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ച് കൃഷി ചെയ്തപ്പോൾ ആവശ്യത്തിലേറെ ധാന്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ നിന്ന് വിദേശ രാജ്യങ്ങൾക്കൊക്കെ കയറ്റി അയക്കുന്നുണ്ട് അരി ഗോതമ്പൊക്കെ. അപ്പോൾ ഇന്ത്യയിലെ കാർഷിക വിപ്ലവം, ധവള വിപ്ലവം ഉണ്ടായി. ഒത്തിരി നല്ല പശുക്കള്. ഒരു കുര്യൻ സാറ് കേരളീയനാണ്. ഗുജറാത്തിൽ ചെന്ന് അവിടെ ധവള വിപ്ലവം, പുതിയ പശുക്കൾ, സഹകരണ സംഘങ്ങൾ, ആനന്ദ് എന്ന് പറയുന്ന പ്രസ്ഥാനമൊക്കെ തുടങ്ങി ധവള വിപ്ലവത്തിന് ആരംഭം കുറിച്ചത് കേരളത്തിലെ ഒരു കുര്യനാണ്. അങ്ങനെ പാല് പണ്ട് നമ്മൾ ചെറിയ പശുക്കളെയും ആടിനെയൊക്കെ വളർത്തിയ പാല് ഇപ്പം ആ മിൽമയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നല്ല പ്ലാസ്റ്റിക് പാക്കറ്റിൽ നല്ല നിറമുള്ള പാല് കിട്ടും. അതിൻ്റെ അകത്ത് മായമുണ്ടോ എന്ന് കൂടാ. തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതാണ്, ശ്രദ്ധിക്കണം.
അപ്പൊ അതുകൊണ്ട് ആഹാരം, പാർപ്പിടം, ഇന്ന് അതേപ്പറ്റി നല്ല ചിന്തകളുണ്ട്. ആദ്യമേ നമ്മളുടെ പ്രസ്ഥാനങ്ങളൊക്കെ വീട് വെക്കാൻ കൊടുത്തത്. ഇപ്പം ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങൾ വഴിയായിട്ട് ഇന്ന് വീടുകൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നിരവധി വീടുകൾ സന്നദ്ധ സംഘടന വഴിയായിട്ട്, സഭ വഴിയായിട്ട്, ഗവൺമെന്റിന്റെ ഇങ്ങനെയുള്ള പഞ്ചായത്ത് തുടങ്ങിയ പ്രവർത്തനങ്ങൾ വഴിയായിട്ടൊക്കെ ഒത്തിരി വീടുകൾ പാവങ്ങൾക്കുണ്ട്. ചിലതൊക്കെ തകർക്കുന്നവരുണ്ട്. ഇത് ദൈവം തന്നിരിക്കുന്ന സമ്പത്തും സാഹചര്യങ്ങളും അനന്തര തലമുറകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി കൂടിയാണ്. ഇതെല്ലാം കുടിച്ചും തോന്നിയാസം നടന്നോ അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തിയും ഉത്തരവാദിത്വമില്ലാത്തവരുമാരെയും നശിപ്പിക്കാനായിട്ട് ആർക്കും അവകാശമില്ല. മക്കൾക്ക് കിടപ്പാടം വേണ്ടേ? ഈ മലബാറിലേക്ക് വന്ന് തകർന്ന കുടുംബങ്ങളെ കണ്ടിട്ടുണ്ട്. അത് പണ്ട് കാലത്ത് സമ്പത്ത് ഒന്ന് പണം വെച്ച് ചീട്ടുകൾ, ചൂതുകളി, അമിതമായിട്ടുള്ള മദ്യപാനം വഴിയായിട്ട് ഉള്ളതെല്ലാം കുടിച്ച് തകർത്ത് മുടിച്ച് തേച്ച് കഴിയാത്താറുണ്ട്. ഇവിടെ ഏക്കർ കണക്കിന് സ്ഥലം ഉണ്ടായിട്ട് എല്ലാം തകർത്ത മനുഷ്യര് അനന്തര തലമുറ കിടപ്പാട് പോലും ഇല്ലാതാക്കിയ ആൾക്കാരുണ്ട്. പിന്നെ ഓക്കനായിട്ട് പെരുമാറുന്നുണ്ട്. ഒരു ചേട്ടനെ ഒരു സ്ഥലത്ത് കൈക്കാരനായിട്ട് തിരഞ്ഞെടുത്തു. ബാക്കി കൈക്കാരന്മാർ എൻ്റെ അടുത്ത് വന്നുകൊണ്ട് ഈ ചേട്ടനെ എല്ലാവരും വിളിക്കുന്ന ഓക്കൻ ചേട്ടനാണ്. ഇവിടെ ഞങ്ങൾ രാജിവെക്കാൻ പോവാ, ഞങ്ങൾ ഈ ചേട്ടൻ്റെ കൂടെ പണിയെടുക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ കൈകാര്യത്തിലുള്ളതെന്ന് പറഞ്ഞു. എന്നിട്ട് ആ ചേട്ടന് ഒരു കുഴപ്പമില്ലാതെ കാര്യങ്ങളൊക്കെ നടന്നു. ഒത്തിരി പണം കൊടുത്തില്ല, അത്രയേ ഉള്ളൂ. ഇവിടെ ആ ചേട്ടൻ്റെ മകന് കുറെ ഇവിടെ എറണാകുളത്ത് പോയി പണിയൊക്കെ എടുത്തിട്ട് നല്ലൊരു വീട് ഉണ്ടാക്കി, കാറുണ്ടാക്കി, പൈസ ഉണ്ടായപ്പോൾ ഓക്കൻ ചേട്ടൻ മാന്യനായി. ഏതായാലും ഇങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്. എന്താ അങ്ങനെ വിളിച്ചെന്ന് അറിയത്തില്ല. ഇയാൾ നല്ല അധ്വാനിയായിരുന്നു, പണിയൊക്കെ എടുക്കുന്ന ആളാണ്. അപ്പോൾ ഓക്കനാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കണക്ക് കൂട്ടാനായിട്ട് അറിയത്തില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും ഞാൻ പറഞ്ഞ കണക്കൊക്കെ ഞാൻ എഴുതിക്കൊള്ളാം. അപ്പം അങ്ങനെ പിന്നെ അനാവശ്യമായിട്ടുള്ള ആഡംബരങ്ങൾ തൂർത്ത് അങ്ങനെയൊക്കെ നശിപ്പിക്കുന്നുണ്ട്. കല്യാണത്തിന് 5000 പേരെ വിളിച്ചിട്ട് കല്യാണം നടത്തുന്ന പാട്ടുകളുണ്ട്. 5000 പേര് എന്തിനാ? അതൊരു തൂർത്താണ്. 5000 പേരാ. അത്യാവശ്യമുള്ള ആളുകളൊക്കെ വിളിച്ച് കല്യാണം നടത്തുക, അവർക്ക് ഭംഗിയായിട്ട് ആഹാരം കൊടുക്കുക, അതാണ് വേണ്ടത്. ഇന്നിപ്പോൾ ഈ ബിരിയാണിയൊക്കെ തിന്ന് മനുഷ്യൻ മടുത്തിരിക്കുക. വിളിച്ചു കഴിഞ്ഞാൽ ഒരു ശല്യം, വണ്ടിയൊക്കെ പിടിച്ച് പോകണ്ടേ ഈ ബിരിയാണി കഴിക്കാൻ. അതുകൊണ്ട് ആവശ്യക്കാരെയൊക്കെ വിളിച്ചാൽ മതിയായിരിക്കും. 5000 30,000 ഒന്നും വിളിക്കേണ്ട കാര്യമില്ല. ഭക്ഷണാസക്തി, മദ്യം, കൊതി, മയക്കുമരുന്നുകൾ, ഇതെല്ലാം ഒരു അഡിക്ഷനാണ്. ഇതൊക്കെ മനുഷ്യനെ തകർക്കുന്ന കാര്യങ്ങളാണ്. പുതിയ തലമുറയുടെ പ്രശ്നങ്ങളാണ് ഈ പറയുന്ന മയക്കുമരുന്നുകൾ. ഒരു കാലത്ത് ഇങ്ങനെ പിടിച്ച് പത്രത്തിലൊന്നാണ്, ഇപ്പൊ അടുത്ത കാലത്തായിട്ട് പിടിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പരിപാടികളുണ്ട്. പണ്ട് ഒരു കഞ്ചാവിന് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ, ഞാൻ അറിയുന്ന മനുഷ്യനാണ്. നമ്മുടെ പണ്ട് കാലത്തുണ്ടായിരുന്ന അരിശേരി എന്ന് പറഞ്ഞ ഒരു അച്ഛൻ്റെ കൂടെ ബസ്സിന്റെ സീറ്റിൽ ഇരുന്നിട്ട് ഇവന്ന് കുറെ കുടിച്ചിട്ട് അതിനെ പുലപ്പും പറഞ്ഞിട്ട് അതിനെക്കൊണ്ട് ക്ഷമയൊക്കെ പറഞ്ഞു എഴുതി. അത് കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞിട്ട് ഇയാള് അമിതമായിട്ട് കഞ്ചാവ് അടിച്ചു കഴിഞ്ഞപ്പോഴത്തേന് അയാൾ ഭാര്യയെ കൊന്നു വെച്ചിനെ. തകർന്ന കുടുംബം ഞാൻ യോജിപ്പിച്ചത് അതുകൊണ്ട് തകർന്നതിനെ യോജിപ്പിക്കാൻ എനിക്ക് പേടിയായിട്ടുണ്ട്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന. പിന്നെ അവന് 2 പേർക്ക് വേണ്ടി വൈലച്ചരട്ട് കൊടുത്തത്. അത് വേണ്ടിയിട്ട് ഇവൻ പോയിട്ട് ആത്മഹത്യ ചെയ്യുക. ഒരു കുടുംബത്തിന്റെ തകർച്ച. ഞാൻ മലപ്പുറം ജില്ലയിൽ ഒരു പള്ളിയിലാണ്, ഒരു മനോരമ പത്രത്തിന്റെ ഫ്രണ്ടിൽ ഇവന്റെ ഫോട്ടോ. ഞാൻ ചോദിച്ചത് എന്താന്ന് വായിച്ചു നോക്കിയാണ് വിവരം അറിയുന്നത്. അപ്പൊ ഞാൻ ഇവനെ ഭാര്യ ഉപദ്രവിക്കുന്നത് കൊണ്ട് പോലീസിൽ എഴുതി വെച്ചിട്ട് അവളവളുടെ വീട്ടിലായിരുന്നു. ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ കുഴപ്പമൊന്നും ഉണ്ടാക്കിയായിരുന്നു. ഭാര്യ വന്ന് ആവശ്യമില്ല പോലെ കെട്ടാനാണ് ഉദ്ദേശിക്കുന്നത്. ഏതായാലും അവിടുത്തെ അച്ഛൻ എന്നെ എടുത്തു കൊടുത്തു, യോജിപ്പിച്ചു, വിട്ടു. അത് കഴിഞ്ഞ് ഒരിക്കൽ കൂടി അവൻ കണ്ടു, സന്തോഷമായിട്ട് ഇരിക്കുന്നു. അവിടെ നിന്ന് വിട്ടിട്ട് പോയി. സന്തോഷമായിട്ട് ഇരിക്കുന്നെന്ന് എന്നോട് പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല, നല്ല സ്ഥലമാണെന്നൊക്കെ പറഞ്ഞു. പിന്നീട് അവനെ പറ്റി കേട്ടത് ഈ പത്രവാർത്തയാണ്.
അപ്പൊ അത് കഞ്ചാവിന്റെ അതിക്രമം കൊണ്ടാണ് ഇവിടെ ഈ പ്രൗഢവീരകൃത്യമൊക്കെ ചെയ്തത്. ഈ അടുത്ത ദിവസങ്ങളിൽ 2 സ്ഥലത്ത് മകൻ അമ്മയെ കൊന്ന കേസ്, ഒന്ന് തീ വെച്ചു കൊന്നു, ചുട്ടുകൊന്നു. അതുപോലെയല്ല ഈ മദ്യം മയക്കുമരുന്നിന്റെ അഡീഷനാണ്. സ്വഭാവം നഷ്ടപ്പെടുന്ന രംഗങ്ങളാണത്. ദിവരാജ്യം എന്ന് പറയുന്നത് അവിടുത്തെ നീതി അന്വേഷിക്കലാണ്. ദിവരാജ്യം എന്ന ദീപത്തിന്റെ നീതി അന്വേഷിക്കലാണ്. നമ്മുടെ താല്പര്യം അനുസരിച്ച് പ്രവർത്തിക്കലല്ല, ദൈവത്തിന്റെ വചനങ്ങളും കൽപ്പനകളും അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കലാണ് ദിവരാജ്യം. ഈ ജെ.ജി. ഹോളണ്ട് എന്ന് പറയുന്ന വ്യക്തി പറയുന്ന ഒരു വചനമുണ്ട്. ദൈവം എല്ലാ പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഭക്ഷണം നൽകുന്നു, എന്നാൽ അവിടുന്ന് ഒന്നിന്റെയും കൂട്ടിൽ പോയി ഭക്ഷണം കൊണ്ടുവയ്ക്കാറില്ല. എന്ന് വെച്ചാൽ മനുഷ്യൻ അവന്റെ അധ്വാനം വഴിയായിട്ട്, ജോലി വഴിയായിട്ട്, തൊഴിൽ വഴിയായിട്ട് ആഹാരം സമ്പാദിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് അതിന്റെ ചുരുക്കം. ദൈവം പരിപാലിക്കുന്നു വിചാരിച്ച് കൈ കെട്ടിയിരിക്കുകയോ പണിയെടുക്കാതിരിക്കുകയോ ഉത്തരവാദിത്തം ഇല്ലാതെ പെരുമാറുകയല്ല. ദൈവം തന്ന ബുദ്ധിയും ശക്തിയും ഗ്രഹശേഷിയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ജീവിതത്തെയും കുടുംബത്തെയും പടുത്തുയർത്താനായിട്ട് ഭർത്താക്കന്മാരും ഭാര്യമാരും രണ്ടുപേരും ശ്രദ്ധിക്കണം. ഭാര്യമാര് വരുമാനം കുറവാണെങ്കിലും വില കൂടിയ അടയാഭരണങ്ങള് അയൽവക്കത്തെ ചേർത്തി വാങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താക്കന്മാരെ നിർബന്ധിക്കുകയും പുലർപ്പിയും പറയുകയും ചെയ്യാൻ പാടില്ല. അപ്പൊ ഉള്ളതുകൊണ്ട് മാന്യമായിട്ട് ജീവിക്കുക, വില കൂടിയതെല്ലാം വൃത്തിയായിട്ട് നടക്കാനുള്ളതാണ്. ഇനി ഹബക്കൂക്കിന്റെ പ്രവചനം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. 3-ാം അധ്യായം. പ്രവാചകരിൽ ചെറിയ പ്രായം ഒരാളാണ് ഹബക്കൂക്ക്. 3-ാം അധ്യായം 17 മുതൽ 19 വചനങ്ങള്. അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ഒലിവുമരത്തിൽ കായ്കൾ ഇല്ലാതായാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻകൂട്ടം ആടിയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും. എനിക്ക് അത് കഴിഞ്ഞിട്ട് പറയാണ്, എൻ്റെ രക്ഷകനായ ജീവിതത്തിൽ ഞാൻ സന്തോഷിക്കും. കർത്താവായ ദൈവമാണ് എൻ്റെ ബലം. നമ്മൾ ഓർമ്മിച്ച് വയ്ക്കുക, രക്ഷകനായ ജീവിതത്തിൽ ഞാൻ സന്തോഷിക്കും. കർത്താവായ ദൈവമാണ് എൻ്റെ ബലം. പരിശുദ്ധ